ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാള സീസൺ 7 ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് രാവിലെ എടുക്കുമ്പോൾ വമ്പൻ വോട്ടിംഗ് അട്ടിമറികൾ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നും 13 പേരിൽ ആരൊക്കെ ഈ ആഴ്ച സേഫായിട്ട് മാറാൻ ഇതിനോട് തന്നെ സാധിച്ചിട്ടുണ്ടെന്നും ആരൊക്കെയാണ് ഈ നിലവിൽ ഈ ഒരു സമയം വരെ തകർച്ചയുണ്ടെന്നൊക്കെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അത്യന്തം നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് അരങ്ങേറുന്ന കാഴ്ചവെക്കാനായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടാസ്ക് ഒക്കെ നമ്മുടെ മാരാർ വന്നതിന് ശേഷം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പഴയ പോലെ തന്നെ ആവുന്ന ഒരു ബിഗ് ബോസ് ഹൗസ് കാണാൻ സാധിച്ചപ്പോൾ ഈ ഒരു മണിക്കൂർ 1-ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന അനുമോളുടെ വോട്ടിംഗ് തന്നെയാണ്. അനുമോളെ അട്ടിമറിക്കാൻ ഇതുവരെ സീസണിൽ ആർക്കും സാധിക്കുന്നില്ല. 1,25,756 വോട്ടുമായിട്ട് അനുമോൾ തന്റെ മുന്നേറ്റം തുടരുമ്പോൾ 2-ാം സ്ഥാനത്ത് അനീഷനെ കാണാൻ സാധിക്കുന്നുണ്ട്. അനീഷേന് നല്ല രീതിയിൽ ഫാൻ ഫോളോവേഴ്സും ഫാൻ സപ്പോർട്ടും ഉണ്ടെന്ന് ഒരിക്കൽ കൂടി അനീഷത്തെ തെളിയിക്കുന്ന ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 1,08,915 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ 3-ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആതിരേനെയാണ് കേട്ടോ. ആതിരയ്ക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നൂറയ്ക്ക് കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ കണ്ടാണ് വലിയൊരു ഫാൻ സപ്പോർട്ട് നൂറയ്ക്ക് ഉണ്ടായത്. നൂറയുടെ വോട്ട് കൂടി സ്പ്ലിറ്റ് ചെയ്ത് ആതിരയ്ക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ ആതിരയ്ക്ക് സാധിച്ചു. 95,481 പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ 4-ാം സ്ഥാനത്ത് അക്ബറിക്കാൻ തുടരുകയാണ്. അക്ബറിക്ക ചില സമയത്തൊക്കെ റൗഡിസം രീതിയിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പറ്റം പ്രേക്ഷകർക്ക് അക്ബറിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. 93,486 വോട്ടുകളുടെ സപ്പോർട്ടോട് നിൽക്കുമ്പോൾ 5-ാം സ്ഥാനത്ത് ആര്യൻ നിൽക്കുന്നുണ്ട്. ആര്യന് നേരിയ വോട്ടിംഗ് തകർച്ചകൾക്ക് ചില മണിക്കൂറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ആഴ്ച സേഫായിട്ട് മാറും തോന്നുന്നു. 77,197 വോട്ടുകൾ ആര്യനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 6-ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക റെന ഫാത്തിമേനെ തന്നെയാണ്. അനുമോളുടെ കൂടെ കൂടി വോട്ടൊക്കെ പിടിക്കാൻ റെനയ്ക്ക് ഇപ്പോൾ അത് സാധിക്കുന്നുണ്ട്. 73,250 എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ 7-ാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കാൻ സേഫായിട്ട് വരുന്ന അബീനെ തന്നെയാണ്. എന്തൊക്കെയാണ് നിലവിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വൈഡ് കാർഡ് എൻട്രികൾ വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എല്ലാവരുടെയും ഭാഗത്തുനിന്നും ന്യായം നോക്കി നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് അബീനെ തോന്നി. അതുകൊണ്ട് തന്നെ അബി ഈ ആഴ്ച തുടരുകയാണ്. 66,013 വോട്ടുമായിട്ട് നല്ലൊരു സപ്പോർട്ട് അബിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 8-ാം സ്ഥാനത്ത് ബിന്നിയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക. ബിന്നി നമ്മുടെ ജിസ ആര്യൻ സൈഡിൽ നിന്ന് മാറി അനുമോളുടെ സൈഡിലോട്ട് കൂടുകയും അവിടെ പിന്നെ അത്യാവശ്യം സ്ക്രീൻ പ്രസൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വോട്ടിങ്ങിൽ ഒരു മുന്നേറ്റം ബിന്നിക്കും കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. 63,000 വോട്ട് വരുന്ന 63,137 എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ വരുമ്പോൾ പ്രവീണാണ് 9ാമത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ്. എന്തൊക്കെയാണ് അനുമോളുമായിട്ടുള്ളൊരു കോംബോയൊക്കെ വർക്ക് ചെയ്ത് നോക്കിയെങ്കിലും 2 ഡബിൾ സ്റ്റാൻഡിംഗ് ആയിട്ടാണ് നിൽക്കുന്ന പ്രവീണയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പ്രവീണിന് നേരിയ വോട്ടിംഗ് തകർച്ച ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഈ ആഴ്ച സേഫ് ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 58,792 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ നിലവിൽ നമുക്ക് 10-ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക മസ്താനിനെയാണ്. മസ്താനി ഒനിയൻ തമ്മിലുള്ള ഇഷ്യൂ ഒക്കെ വലിയ രീതിയിൽ തന്നെ ഹൗസിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മസ്താനി ഒരു പ്രശ്നക്കാരെല്ലാം തോന്നിയിട്ടാണോ എന്തോ മസ്താനി അവസാന സ്ഥാനത്ത് നിന്ന് ഇപ്പോഴത്തെ 10-ാം സ്ഥാനം വരെ എത്തുന്ന ഒരു വോട്ടിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നു. 58,630 വോട്ടുകളായിട്ട് നിൽക്കുമ്പം 11-ാം സ്ഥാനത്തേക്ക് ഡേഞ്ചേഴ്സ് ഉള്ളോട്ട് വൻ വോട്ടിംഗ് തകർച്ച നേരിട്ടിരിക്കുക ലക്ഷ്മിക്കാണ്. കാരണം ലക്ഷ്മി അവിടെ കാണിച്ചു കൂട്ടിയ പ്രവർത്തികൾ പ്രേക്ഷകർക്ക് ശരിയത് തെറ്റെന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ സാധിച്ചു കാണും. അതായിരിക്കും വോട്ടിംഗ് തകർച്ച നേരിട്ടത്. അല്ലാതെ തന്നെ ഓൾറെഡി വോട്ടിംഗ് തകർച്ച വൈഡ് കാർഡ് എൻട്രികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. 52,163 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ 12-ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക നെവിനാണ്. നെവിൻ എന്തൊക്കെയാണ് കുറച്ച് കോമഡി നമ്പറുകളൊക്കെ ആയിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ തുടരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഡേഞ്ചർ ഉള്ളതാണ്. ഒരുപക്ഷെ വൈൽഡ് കാർഡ് എൻട്രികൾ തന്നെ വീഴുവോ അല്ലെങ്കിൽ നെവിൻ പോകുമെന്ന് കണ്ടറിയാം. 53,245 വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഹൗസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കാതെ പോകുന്ന സാബുമാനെയാണ് ഏറ്റവും ഡേഞ്ചർ സോണിൽ 13-ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. രേണുസുതി എങ്ങനെയായിരുന്നു ആ ഒരു പൊസിഷനിലോട്ട് നമ്മുടെ സാബുമാൻ എത്തുന്ന കാഴ്ചയാണ് ഇപ്പോഴത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 51,076 വോട്ടാണ് ഇതുവരെ സാബുമാനും സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഇതാണ് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട്. എന്തൊക്കെയാണ് ഇത് നേരിയ മാറ്റങ്ങളൊക്കെ വരാം. ഇന്ന് രാത്രി വോട്ടിംഗ് അവസാനിക്കുമ്പോൾ പുറത്താകാൻ സാധ്യതയുള്ള വൈൽഡ് കാർഡ് എൻട്രികളും അതോടൊപ്പം തന്നെ നെവിനുമാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുന്ന വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഇപ്പോഴത്തേക്ക് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.